പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ എഫ്ഐആറിന്റെ പകർപ്പ് 24-ന്. നിലവിലെ 20 പ്രതികൾക്ക് പുറമെ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കുമെന്ന സൂചന. സിബിഐ സംഘം ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തി. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്, എന്തൊക്കെ കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്? സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതികൾ 20 പ്രതികളാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതും ഇപ്പോൾ റിമാൻഡിൽ ഉള്ളതുമായി 20 പ്രതികളാണ്. ആ പ്രതികളുടെ എണ്ണം കൂടിയേക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതായത് 21-ാം നമ്പർ ഇട്ട് കൂടുതൽ പ്രതികൾക്ക് സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കുകയാണ് ഈ എഫ്ഐആർ. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹി SC2 പോലീസ് സ്റ്റേഷനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് സിബിഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണ സംഘം തലവനായിട്ടുള്ളത് സിബിഐ ഇൻസ്പെക്ടർ സത്യപാൽ യാദവ് ആണ്. മേൽനോട്ട ചുമതല സിബിഐയുടെ SP ആയിട്ടുള്ള അരവിന്ദ് കുമാർ ഉപാധ്യായക്കാണ്. ഈ സിബിഐ സംഘം ഇന്ന് ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ 4-അംഗ സിബിഐ സംഘം ഹോസ്റ്റലിൽ എത്തുകയും ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയ മുറികളും ഒപ്പം തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോർമെട്രിയുടെ ഭാഗമായുള്ള കുളിമുറിയും ഈ സംഘം വിശദമായ രീതിയിൽ തന്നെ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഇതിൽ എഫ്ഐആർ പറയുന്ന കാര്യം, ഈ വെറ്ററിനറി കോളേജിൽ ഈ മർദ്ദനത്തിന്, ഈ ആത്മഹത്യ എന്ന നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥ 29 മണിക്കൂറോളം തുടർ പീഡനത്തിന് ഇരയായി എന്നുള്ള പോലീസ് റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട ഈ എഫ്ഐആറിന്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നടപടിക്രമങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവുകളും ഇതിനൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. നാളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഈ കോളേജിൽ എത്തുന്നുണ്ട്. വിശദമായ രീതിയിൽ 5 ദിവസം തങ്ങിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തുക. എന്തായാലും ഈ പ്രതികളുടെ എണ്ണത്തിൽ കൂടുതൽ വർധന ഉണ്ടാകാനുള്ള സാധ്യത കൽപ്പിക്കുന്നതാണ് നിലവിലെ എഫ്ഐആർ. ശരി, പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കുമെന്ന് സൂചന. സുർജിത് അയ്യപ്പത്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.